നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അത്യന്തം നാടകീയമായ വെടിനിർത്തൽ അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ സംഭവിച്ചതെന്ത്? ഇതിൽ ഇസ്രായേലിൻ്റെ തന്ത്രങ്ങൾ എന്തെല്ലാം? ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങളടക്കം തകർത്തെറിഞ്ഞിട്ടും ഇറാൻ പെട്ടെന്ന് വെടിനിർത്തലിന് എന്തുകൊണ്ട് സമ്മതിച്ചു? സംഘർഷത്തിൻ്റെ ആദ്യ ദിനം തന്നെ അലി ഖമനേയെ ബങ്കറിൽ കയറ്റാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. യുദ്ധം 12 ദിവസങ്ങൾ പിന്നിടുമ്പോഴും അലി ഖമനേയി ആ ബങ്കറിൽ തന്നെ. ജീവനിൽ ഭയന്നു നിൽക്കുന്ന അലി ഖമനേയും കൂട്ടരും. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് മുഖ്യമായി ഇറാൻ നടത്തിയത്. എന്നാൽ വ്യോമമേഖല പൂർണ്ണമായി ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിനുള്ളിൽ. ഇന്നലെ ടെഹ്റാൻ്റെ ആകാശത്തു നിന്ന് തീമഴ പെയ്യിക്കുകയായിരുന്നു ഒരു വശത്ത് ഇസ്രായേൽ, മറുവശത്ത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തതിന് ശേഷം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ട തികഞ്ഞ നിശബ്ദത. ഖത്തറിലുള്ള അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടും പരിഹസിച്ച് ചിരിക്കുന്ന ട്രംപ്. ഇസ്രയേലും അമേരിക്കയും വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണ് ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോയത്. യുദ്ധത്തിൽ തങ്ങൾ ലക്ഷ്യം വെച്ചതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഇറാനെ മുട്ടുകുത്തിച്ച് ഒരു വെടിനിർത്തലിലെത്തിക്കുക തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. അതിനുവേണ്ട അവസാനവട്ട ശ്രമങ്ങളാണ് ഇന്നലെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയത്. ടെഹ്റാനുമേൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ അതിമാരകമായ ആക്രമണം ഒരു വശത്ത്, മറുവശത്ത് ഇറാൻ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തിയ ഇസ്രായേൽ തന്ത്രം. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ച മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രയേലി ഇൻ്റലിജൻസ് പ്രവർത്തകർ അതിശക്തമായ നീക്കങ്ങൾ നടത്തിയിരുന്നു ഇറാൻ മണ്ണിൽ. ഏറ്റവും ഒടുവിൽ ഇറാൻ ഉദ്യോഗസ്ഥരെ വിറപ്പിക്കുന്നതിൽ ഇസ്രായേലിൻ്റെ രഹസ്യ ഉദ്യോഗസ്ഥർ വിജയിച്ചു. ഇത് സംബന്ധിച്ച ഒരു വിശദ റിപ്പോർട്ട് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇറാനിയൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുകയായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുഖ്യ ലക്ഷ്യം. എന്നാൽ മൊസാദ് ഒരു പടി കൂടി കടന്ന് പ്രവർത്തിച്ചു. ഇസ്രായേലിൻ്റെ സുരക്ഷാ സേവനത്തിനായി പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് പേർഷ്യൻ ഭാഷ സംസാരിക്കുന്നവർ ആയത്തുള്ള അലി ഖമേനിക്കുള്ള പിന്തുണ നിർത്തലാക്കിയില്ലെങ്കിൽ അലി ഖമനേയുടെ ചുറ്റുമുള്ള ഉദ്യോഗസ്ഥരെ വധിക്കുമെന്ന് കൃത്യമായി അവരെ ഭീഷണിപ്പെടുത്തി. നേരിട്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ മൊസാദ് ഏജൻറ്റുമാർ ഫോണിൽ വിളിക്കുകയായിരുന്നു. ഏകദേശം 20 ഉദ്യോഗസ്ഥരെ മൊസാദ് ലക്ഷ്യം വെച്ചു. ഒരു മൊസാദ് ഏജൻറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ വാക്കുകൾ ഉൾപ്പെടെയാണ് വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട്. ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഉപദേശിക്കാൻ കഴിയും. നിങ്ങളുടെ ഭാര്യയും കുട്ടിയെയും കൂട്ടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് 12 മണിക്കൂർ സമയമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ പട്ടികയിലുണ്ട്. നിങ്ങളുടെ സ്വന്തം കഴുത്തിലെ ഞരമ്പിനേക്കാൾ ഞങ്ങൾ നിങ്ങളോട് അടുത്താണ്. ഇത് നിങ്ങളുടെ തലയിൽ വയ്ക്കുക. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഇറാൻ ഉദ്യോഗസ്ഥരെ ഇസ്രായേലിൻ്റെ മൊസാദ് ഏജൻറ്റുമാർ ഒന്നൊന്നായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. മറുവശത്ത് ഈ ഫോൺ കോളുകളോട് നിഷേധാത്മക മറുപടി നൽകിയ ഉദ്യോഗസ്ഥരെ വധിച്ചെറിയുന്ന കാഴ്ച. ഇതുകൊണ്ട് തന്നെ പലരും വിരണ്ടു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, ആയുധ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ എന്നിവയ്ക്കെതിരായ സൈനിക ആക്രമണങ്ങൾക്ക് പുറമെ ഇറാൻ ഉദ്യോഗസ്ഥരെ മാനസികമായി ആക്രമിച്ച് തകർക്കുന്നതിലും മൊസാദ് ഏജൻറ്റുമാർ വിജയിച്ചു. വിശാലമായ ഒരു രഹസ്യ പ്രചരണത്തിൻ്റെ ഭാഗമായിരുന്നു ഇസ്രായേലിൻ്റെ ഈ ശക്തമായ നീക്കം. ഇറാനെതിരായ ആക്രമണം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി, ഇറാനിയൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഗേരി എന്നിവരുൾപ്പെടെ ഏകദേശം 25ഓളം ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ സൈന്യം വകവരുത്തി. ഇതിനെ തുടർന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർക്ക് തുടരെ ഫോൺ കോളുകൾ ലഭിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം, ശ്രദ്ധയോടെ കേൾക്കൂ. 2 മണിക്കൂർ മുമ്പ് ബഗേരി, സലാമി, ഷംഖാനി എന്നിവരെ ഒന്നൊന്നായി നരകത്തിലേക്ക് അയക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടണമെങ്കിൽ ഖമനേയുടെ ആ പിന്തുണ നിങ്ങൾ പിൻവലിക്കുക. ഇറാൻ്റെ 2ാം നിര 3ാം നിര നേതാക്കളിൽ ഭയവും അസ്ഥിരതയും വളർത്തുകയായിരുന്നു മൊസാദിൻ്റെ ലക്ഷ്യം. ഇതിൽ മൊസാദ് പൂർണ്ണമായി വിജയിച്ചു. കൊല്ലപ്പെട്ടവരുടെ സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകളെ അവരോധിക്കുമ്പോൾ അവരെയും വകവരുത്തുന്ന ശൈലി IDF പിന്തുടർന്നു. നസ്രള്ളയുടെ പിൻഗാമിക്ക് എന്തു സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന ഫോൺ സന്ദേശം. ചില ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ കത്തുകൾ ലഭിക്കുന്നു. മറ്റുള്ളവരെ ഫോണിലൂടെയോ അവരുടെ ഇടങ്ങൾ വഴിയോ നേരിട്ട് ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നു. ചില ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ അനുശോചന കത്തുകൾ എത്തിയിരുന്നുവെന്നും തൊട്ടടുത്ത മണിക്കൂറുകളിൽ അവർ വധിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കത്തിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരെയും സൈനിക ഉദ്യോഗസ്ഥരെയുമൊക്കെ മാനസികമായി ഇസ്രായേൽ തന്ത്രങ്ങളിലൂടെ ആക്രമിച്ചു വീഴ്ത്തി.
86-കാരനായ അലി ഖമനേയി ബങ്കറിൽ തന്നെ മൊബൈൽ ഫോണുകളോ മറ്റ് ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ ഉപയോഗിക്കാൻ അലി ഖമനേയിക്ക് ഭയം. ദൂതൻ വഴിയാണ് മറ്റുള്ളവരുമായി ഏകോപനം തുടർന്നത് അലി ഖമനേയി. ഇതത്ര കണ്ട് വിജയിക്കുന്നുമില്ല. പല ഉദ്യോഗസ്ഥരിലും ആശങ്ക. ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുക എന്നതൊഴിച്ചാൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു സംഘടിത ഏകോപിത ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതോടെ ഇറാനിലെ ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളുമൊക്കെ ഭയപ്പെട്ടു തുടങ്ങി. തിങ്കളാഴ്ച ടെഹ്റാനിലെ ഇറാനിയൻ ഭരണകൂടം വിറപൂണ്ട ദിവസമായിരുന്നു. നിരവധി ലക്ഷ്യസ്ഥാനങ്ങളാണ് ഇസ്രയേൽ ആക്രമിച്ച് തകർത്തത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ആസ്ഥാനം ഉൾപ്പെടെ ഇസ്രയേൽ ബോംബിട്ട് തകർത്തു. അതിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ തന്നെ പുറത്തുവിട്ടു. രാഷ്ട്രീയ തടവുകാർക്കുള്ള കുപ്രസിദ്ധമായ എവിൻ ജയിൽ, ഇസ്രയേലിൻ്റെ നാശം കൗണ്ട് ഡൗൺ ക്ലോക്ക് എന്നിവയൊക്കെ ഇസ്രയേൽ ആക്രമിച്ച് തകർത്തു. 50-ലധികം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നേരിട്ടുള്ള ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. യുദ്ധം തുടങ്ങിയ അന്നു മുതൽ ഇറാൻ വ്യോമമേഖല പൂർണ്ണമായി ഇസ്രയേലിൻ്റെ പരിധിയിലാണ്. ഇക്കഴിഞ്ഞ ദിവസം B-2B ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർക്കുമ്പോഴും വ്യോമമേഖല പൂർണ്ണമായി സംരക്ഷിച്ചു നിർത്തിയത് ഇസ്രയേൽ. ഇറാൻ എന്ന ശത്രു രാജ്യത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ഇസ്രയേൽ ബോംബുകൾ ഒന്നൊന്നായി വർഷിച്ചു കൊണ്ടിരുന്നു. ഇറാൻ ഭരണകൂടത്തിൻ്റെ സൈനിക ശേഷിക്ക് ശക്തമായ പ്രഹരമേൽപ്പിക്കുക തന്നെയായിരുന്നു തുടക്കം മുതൽ ഇസ്രയേലിൻ്റെ ലക്ഷ്യം. അതിലവർ പൂർണ്ണ വിജയം കണ്ടു. ടെഹ്റാനിലെ ബാസിജ് ആസ്ഥാനത്താണ് ഇക്കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തിയത്. IRGCയുടെ അധികാര കേന്ദ്രങ്ങളുടെ തല. ഇസ്ലാമിക് കോഡ് നടപ്പാക്കുന്നതിനും അത് ലംഘിക്കുന്ന സാധാരണക്കാരെ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനും ഈ ആസ്ഥാനമായിരുന്നു അവർ ഉപയോഗപ്പെടുത്തിയത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ആസ്ഥാനത്തിന് മുകളിൽ ബോംബുകൾ വർഷിക്കുമ്പോൾ ടെഹ്റാൻ നഗരം വിറപൂണ്ടു. നീണ്ട പുകച്ചുരുളുകൾ കൊണ്ട് ടെഹ്റാൻ നഗരം മൂടിക്കിടക്കുന്ന കാഴ്ച. 2 മണിക്കൂറുകൾക്കുള്ളിൽ ടെഹ്റാനിൽ 100 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങളിൽ നിരവധി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സൈനികർ കൊല്ലപ്പെട്ടു. രാഷ്ട്രീയ തടവുകാർ, പത്രപ്രവർത്തകർ, അക്കാദമിക് വിദഗ്ധർ, മനുഷ്യാവകാശ പ്രവർത്തകർ, വിദേശ പൗരന്മാർ തുടങ്ങിയവരെ ഇറാൻ തടവിലാക്കിയിട്ടുള്ള വളരെ കനത്ത സുരക്ഷയുള്ള ഒരു ജയിൽ സമുച്ചയം ടെഹ്റാനിലെ എവിൻ ജയിൽ ആക്രമിക്കുകയായിരുന്നു ഇസ്രയേലിൻ്റെ മുഖ്യ ലക്ഷ്യം. തിങ്കളാഴ്ച പീഡനത്തിനും അവകാശ ലംഘനങ്ങൾക്കും ആക്ടിവിസ്റ്റുകൾക്കിടയിൽ കുപ്രസിദ്ധമാണ് ഈ ജയിൽ. ജയിൽ ഭിത്തികളും മതിലുകളും ജയിലിൻ്റെ വാതിലുകളുമൊക്കെ തകർക്കുകയായിരുന്നു ആക്രമണത്തിൽ ഇസ്രയേൽ ചെയ്തത്. ജയിലിനുള്ളിൽ കഴിയുന്നവർ പുറത്തേക്കിറങ്ങി ഭരണകൂടത്തിനെതിരെ ഒരു ആഭ്യന്തര യുദ്ധത്തിനുള്ള സാഹചര്യമൊരുക്കലാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. ഇസ്രയേലിൻ്റെ നാശമെന്ന ഘടികാരം. ഏറെക്കാലമായി ഇസ്രയേലിനെ നോക്കി ഈ ഘടികാരം പരിഹസിക്കുകയായിരുന്നു. പലസ്തീനെ ഉദ്ദേശിച്ച് ഇറാൻ മണ്ണിൽ സ്ഥാപിച്ച ഈ ഘടികാരം ഇന്നലെ ആക്രമിച്ച് തകർത്തു ഇസ്രയേൽ. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഇനി ഇസ്രയേൽ എന്നൊരു രാഷ്ട്രമുണ്ടാകില്ല എന്ന് പ്രവചിച്ച 2040 എണ്ണിക്കൊണ്ട് 2017 അനാച്ഛാദനം ചെയ്ത ക്ലോക്ക്. ടെഹ്റാനുമേൽ കനത്ത ആക്രമണങ്ങൾ നടത്തിയ IDF തൊട്ടപ്പുറത്ത് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇന്നലെ ആക്രമണങ്ങൾ തൊടുത്തു. ഇസ്രയേലിൻ്റെ ആഭ്യന്തര മുന്നണിയിലേക്ക് തൊടുത്തുവിടുന്ന ഓരോ റോക്കറ്റിനും ഇറാനിയൻ ഏകാധിപതി കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്ന് ഇന്നലെ IDF വ്യക്തമാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് കനത്ത തോതിലുള്ള ആക്രമണം ഇസ്രയേൽ ആരംഭിച്ചത്. ഇതും ഇറാൻ മണ്ണിനെ വിരട്ടി. ഇറാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ട് ആക്രമണം നടത്തി തകർത്തതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഇസ്രയേൽ നടത്തിയ ഈ മാരകാക്രമണം. ഇതോടെ പൂർണ്ണമായി ഇസ്രയേലിൻ്റെ മുന്നേറ്റമാണ് യുദ്ധമുഖത്ത് നമ്മൾ കണ്ടത്. ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഇസ്രയേൽ നഗരങ്ങളിലേക്ക് കനത്ത തോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു. എന്നാൽ മിക്ക മിസൈലുകളും തകർക്കുന്നതിൽ ഇസ്രയേൽ ഇക്കഴിഞ്ഞ ദിവസം വിജയിച്ചു. ലക്ഷ്യങ്ങളുടെ പട്ടിക വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് കൂടുതൽ മൂർച്ച വരുത്തി. ഇറാൻ മുട്ടുകുത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ ഇസ്രയേൽ വിജയിച്ചു. ഇതിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. അതിനൊപ്പം നീങ്ങുക മാത്രമാണ് ഇറാനിന് മുന്നിലുള്ള പോംവഴി. ആത്യന്തികമായി ഭരണമാറ്റം എന്ന കാർഡെടുത്ത് കളിച്ചത് ട്രംപ് തന്നെ. അലി ഖമനേയെ വധിക്കും എന്ന് പ്രഖ്യാപിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു. ഇരുവരുടെയും നീക്കം പൂർണ്ണ വിജയം കണ്ടു. ഇസ്രായേലിൻ്റെ നാശം പ്രവചിച്ച അലി ഖമനേയി ഒടുവിൽ വധിക്കപ്പെടുമെന്ന ഘട്ടത്തിലെത്തി. ഇവിടെയാണ് ഇറാൻ ഇന്നലെ നടത്തിയ ആക്രമണ നാടകം.
ഖത്തറിലുള്ള വ്യോമത്താവളം ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ അമേരിക്കയോട് പറയുന്നു. അമേരിക്ക അവരുടെ സൈനികരെ വ്യോമത്താവളത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ശക്തമായ വ്യോമപ്രതിരോധം ഒരുക്കി നിർത്തി ഇറാൻ തൊടുത്ത മിസൈലുകളൊക്കെ വെടിവെച്ചിടുന്നു. ഈ ആക്രമണ നാടകത്തിന് തൊട്ടു പിന്നാലെ ഇനി ഇറാൻ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരട്ടെ എന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം. ആക്രമണത്തെ പൂർണ്ണമായി പരിഹസിക്കുകയാണ് തൊട്ടു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് നടത്തിയതും. ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇറാൻ പറഞ്ഞു അത്തരമൊരു വെടിനിർത്തൽ കരാറിലേക്ക് തങ്ങൾ എത്തിയിട്ടില്ല എന്ന്. എന്നാൽ ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം നിർത്തുമെന്ന് പറഞ്ഞ ഇറാൻ ഒടുവിൽ ട്രംപിൻ്റെ അതേ വഴിയിലേക്ക് വരുന്നു. ഇറാൻ മുട്ടുകുത്തി എന്ന് നമുക്ക് തീർത്ത് പറയാം. ഇത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും വിജയം തന്നെയാണ്. ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ ആക്രമിച്ച് തകർത്ത ഇസ്രയേൽ ഇറാൻ ആണവ പദ്ധതിയെ പിന്നോട്ടടിപ്പിച്ചു എന്നത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.